കണ്ണൂർ ജില്ലയിലെ പുന്നാട്, ഇരിട്ടി, മട്ടന്നൂർ പ്രദേശങ്ങളിലെ RSSകാര് പല മുസ്ലിം നേതാക്കന്മാരെ എന്താക്കി തെരഞ്ഞു പിടിച്ചു കൊല്ലും. അങ്ങനെയാണ് അന്നത്തെ NDFന്റെ സബ് ഡിവിഷണൽ കൺവീനറായിരുന്ന പുന്നാട് മുഹമ്മദ് സാഹിബ് എന്താക്കുന്നത്, കൊല ചെയ്യപ്പെടുന്നത്. മുഹമ്മദ് സാഹിബിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം കേവലം ഒരു NDFകാരനല്ല, ആ പ്രദേശത്തെ പൗരപ്രമുഖനാണ്, ആ മഹലിന്റെ പ്രസിഡന്റാണ്. നമ്മളെ നാട്ടിലൊരു മഹലിന്റെ പ്രസിഡന്റ് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ മഹലിന്റെ പ്രസിഡന്റാണ്. ആ മഹലിന്റെ പ്രസിഡന്റിനെ ഇവർ നോക്കിയിട്ട് എന്താക്കി, സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ മകന്റെ കൂടെ പോകുമ്പോൾ നോക്കിയാൽ മതി, കേസ് ചാർജ് ഷീറ്റ് നോക്കിയാൽ മതി. പിന്നെ മഹലിന്റെ പ്രസിഡന്റ് സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്തു, മകന് പരിക്കേറ്റു, മകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് മഹലിന്റെ NDF അവിടെ നിൽക്കട്ടെ, മഹലിന്റെ പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ടിട്ട് പോലും ഒരു തങ്ങളും അങ്ങോട്ടേക്ക് പോയിട്ടില്ല, ഒരു പാണക്കാട് തങ്ങളും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പക്ഷെ അന്നൊരാൾ വന്നിരുന്നു, പിണറായി വിജയൻ മുഹമ്മദ് സാഹിബിന്റെ, അതായത് NDFകാരന്റെ വീടല്ല പിണറായി വിജയൻ സന്ദർശിച്ചത്. ഒരു പ്രദേശത്തെ പ്രമുഖനായ ഒരു മുസ്ലിം നേതാവ് മഹലിന്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട് കണ്ണൂർ ജില്ലയിൽ എന്താക്കി, പിണറായി വിജയൻ സന്ദർശിച്ചു. അന്ന് ഒരു സാദിഖലിയും സന്ദർശിച്ചില്ല. എന്നിട്ട് ഇവരെന്താ ചെയ്ത പണിയെന്നറിയാം, അതും കൂടി പറഞ്ഞുതരാം. ഇവരെന്താ ചെയ്ത് വെച്ച പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെ ഈ മുഹമ്മദ് വധക്കേസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂത്രധാരനുണ്ട്, RSSന്റെ നേതാവ് അശ്വിനി കുമാർ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം എന്തായി, കൊല ചെയ്യപ്പെട്ടു. 8-9 മാസങ്ങൾക്ക് ശേഷം ആരോ അദ്ദേഹത്തെ കൊന്നു, അശ്വിനി കുമാറിനെ കൊന്നു. അശ്വിനി കുമാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ പാണക്കാട് സാദിഖലി, KM ഷാജി, നജീബ് കാന്തപുരം, അബ്ദുറഹ്മാൻ കല്ലായി തുടങ്ങിയ നേതാക്കന്മാർ, പത്രക്കട്ടിങ് ഞാൻ തരാം, തുടങ്ങിയ നേതാക്കന്മാർ എവിടെ സന്ദർശിച്ചു, അശ്വിനി കുമാറിന്റെ വീട് സന്ദർശിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ന്യൂനപക്ഷ തീവ്രവാദത്തെ CPM സപ്പോർട്ട് ചെയ്യുന്നു. എന്താ സപ്പോർട്ട് ചെയ്യുന്നതെന്നറിയാം, പിണറായി വിജയൻ പണ്ട് മഹല്ല് പ്രസിഡന്റ് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചതിന് സാദിഖലിന്റെ സ്റ്റേറ്റ്മെന്റാണ്. ഞാൻ ഇപ്പോഴും പത്രത്തിന്റെ കട്ടിങ്ങിന്റെ കൂടെ തരാം. പിന്നെ CPM ന്യൂനപക്ഷ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു കാരണവുമില്ലാതെ ഒരു പ്രദേശത്തെ മഹല്ല് പ്രസിഡന്റിനെ വെട്ടിക്കൊന്നിട്ട് മാസങ്ങൾക്ക് മുമ്പ് ഓരോ പൊരേ പോയില്ല എന്ന് മാത്രമല്ല, പൊരേ പോയോലെ ലാസ്റ്റ് ന്യൂനപക്ഷ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ഇവർ മഹല്ല് പ്രസിഡന്റിന് കൊല്ലപ്പെട്ടപ്പോൾ ഒന്നയ്യ വീട്ടിൽ വന്നാലേ, ഈ 8 മാസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒന്ന് ഓടിച്ചെന്നൂടായിരുന്നോ, ഒന്ന് അവിടെ ഒന്ന് കയറി ഒന്ന് സമാശ്വസിപ്പിച്ചൂടെ? ഇവർ അശ്വിനി കുമാറിന്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ അടക്കണ്ട. ആരാ അശ്വിനി കുമാർ? RSSന്റെ ഉന്നതനായ നേതാവ്. അപ്പൊ അതാണ് ഇവരുടെ പാരമ്പര്യം ഇവർക്കുള്ളത്. ഇവരുടെ പാരമ്പര്യം അതാണ്. ഇവർക്ക് ഷഹാദത്തും കാര്യങ്ങളും ഫസലും ഒന്നും ഇവർക്ക് എന്തല്ല വിഷയമല്ല. ഇവർക്ക് രാഷ്ട്രീയപരമായ കുറെ മുതലെടുപ്പുണ്ട്. ഇവർ RSSകാരുടെ കൂടെ കിടക്കുകയും ചെയ്യും, ഉറങ്ങുകയും ചെയ്യും. അതല്ലേ ഇവരെ ചരിത്രം. കോലീബി സഖ്യം എന്തെന്നാ, കുപ്രസിദ്ധമായ കോലീബി സഖ്യല്ലേ, കേരളത്തിൽ കുപ്രസിദ്ധല്ലേ? മുസ്ലിം ലീഗ് സെക്രട്ടറി ഇൻചാർജ് PMA സലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ശബ്ദരേഖയാണ് പുറത്തായത്. നമുക്ക് വോട്ടാ വേണ്ടത്. അത് ഒരു ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ, മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ, മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നമുക്ക് വോട്ട് വേണം. അതിന് നമ്മുടെ ആളുകളൊക്കെ വോട്ട് ചെയ്യണം. ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊക്കെ കാണും. BJPക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ BJPക്കാരനെ ഞാൻ പോയി കാണാൻ തയ്യാറാ. നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കണം. അങ്ങനല്ല. വിപിൻ C വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ലീഗിന് ഇതെങ്ങനെ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ സാധിക്കും? മധു, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലുള്ള ഒരു പ്രാദേശിക നേതാവുമായി സംസാരിക്കുന്നത് എന്നുള്ള പേരിലാണ് ഇപ്പോൾ PMA സലാമിന്റെ ശബ്ദരേഖ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ BJPക്ക് വോട്ടാണ് പ്രധാനം. ആ വോട്ടിന് വേണ്ടി അത് ബൂത്ത് മണ്ഡലം കമ്മിറ്റി എന്നൊന്നുമില്ല, വോട്ട് നേടുക, സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJPക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് പോയി കാണാനും തയ്യാറാണ് എന്ന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ്. CPM ആ കാലത്തും അതിനു മുൻപൊക്കെ കോലിബി സഖ്യം എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലീഗ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. PMA സലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരും. ലീഗിന്റെ മറ്റ് നേതാക്കളോടൊക്കെ അനൗദ്യോഗികമായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ ഇത് ലീഗിന്റെ ഒരു നിലപാടല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഒരു BJPക്കാരെ നേരിട്ട് പോയി കാണാമെന്ന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ അത് കൂടുതൽ പ്രതിരോധത്തിലാവും മുസ്ലിം ലീഗ് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്.